ഇരിങ്ങാലക്കുട കഥകളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള രംഗകലാ കോൺഫറൻസിൽ കൂടിയാട്ട ആചാര്യൻ കുട്ടൻ ചാക്യാർ തിരി തെളിയിച്ചതോടെ രണ്ടാം ദിന പരിപാടികൾക്ക് തുടക്കമായി. നാട്യശാസ്ത്രത്തിലെ പൂർവരം വിധി കേരളീയ രംഗകലകളിൽ എന്ന വിഷയത്തിൽ ഡോക്ടർ CK ജയന്തി പ്രബന്ധം അവതരിപ്പിച്ചു. കൂടിയാട്ടത്തിലെ ചതുർവിധാഭിനയം, ആംഗികം, സാത്വികം എന്നീ വിഷയത്തിൽ ഡോക്ടർ അപർണ നങ്ങ്യാരും സരിത കൃഷ്ണകുമാറും ചേർന്ന് ചൊല്ലിയാട്ടം അവതരിപ്പിച്ചു. നാട്യശാസ്ത്രത്തിലെ അഭിനയ പ്രമാണങ്ങളും കൂടിയാട്ടത്തിലെ അഭിനയ രീതികളും കാലാനുഗതമായി വന്ന പരിണാമങ്ങളും സവിശേഷതകളും എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയ്ക്ക് കലാമണ്ഡലം കൃഷ്ണേന്ദു നേതൃത്വം നൽകി. ഉഷ നങ്ങ്യാർ അവതരിപ്പിച്ച അഹല്യ നങ്ങ്യാർ കൂത്ത്, മാർഗി മധു ചാക്യാരും സംഘവും അവതരിപ്പിച്ച തോരണയുദ്ധം, മൂന്നാം ദിവസം കൂടിയാട്ടം എന്നിവ അരങ്ങേറി. സംസ്കൃതത്തിലെ ജർജനം ഒരു ദണ്ഡാണ്. അപ്പോൾ ആ ദണ്ഡൈക്യം കൊണ്ട് സ്ഥാപിക്കണം കഴിയുന്നത് വരെ ഇതൊരു യജ്ഞമാണ്. ഈ യജ്ഞത്തിൻ്റെ വിഘ്നമായ വിഘ്നങ്ങളില്ലായ പരിസമാപ്തി വരെ ഈ ദണ്ഡാണ് ഇതിൻ്റെ രക്ഷകൻ എന്നുള്ള തരത്തിലാണ് ഈ ഗർജനത്തിനെ സ്ഥാപിക്കുന്നത്. കൂടിയാട്ടത്തിൽ അങ്ങനെ ഗർജനം എന്നുള്ളത് നമ്മൾ ഗണപതിയായി സങ്കല്പിച്ചുകൊണ്ടാണ് അതിനെ ചെയ്യുന്നത്. പ്രരോചന എന്നുള്ള ഒരു അംഗമാണ്. ഈ പ്രരോചന എന്നുള്ള അംഗത്തിൽ കാവ്യാർത്ഥത്തിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. കാവ്യാർത്ഥത്തിനെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാടകഭാഗം തുടങ്ങുമ്പോൾ നമ്മളുടെ പുറപ്പാടിന് ഇപ്പോൾ സംരക്ഷിതമൊന്നും ഇല്ലാതെ സൂത്രധാരണം, നാടകത്തിലെ സൂത്രധാരണം പുറപ്പാടുമ്പോൾ അതിൻ്റെ അവസാനം എന്നുള്ളത് ഇതുപോലെ നാടകഭാഗത്തെ ഇതിലേക്ക് യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനി ഒന്നും പറയാം, ത്രികഥം എന്നുള്ളത് ഇനിയിപ്പോൾ കൂടിയാട്ടത്തിൽ വല്ല വേണമെന്നുണ്ടെങ്കിൽ അത് ഉള്ളത് ഈ നടി സൂത്രധാരൻ നടിയിൽ കൂടി ഒരു സംഭാഷണമാണ്. അത് നാടകത്തിലുള്ളതാണ്. അപ്പോൾ അത് ഇപ്പം അങ്ങനെ അധികം കാണാറില്ല.